ഹലോ അസ്സലാമു അലൈക്കും. അൻഷൂസ് വേർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് മക്കളെ, എല്ലാവരും വർത്താനം? എല്ലാവർക്കും സുഖമാണല്ലോ? അൽഹംദുലില്ലാ, നമുക്ക് സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഒന്ന് കാണല്ലേ? നിങ്ങൾ റെഡിയല്ലേ? അപ്പോൾ അതാക്കണേ, വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടോക്കണേ. അപ്പോൾ രാവിലെ തന്നെ മോട്ടറൊക്കെ വന്നിട്ട് ടാങ്കൊന്ന് നിറച്ചേക്കാന്ന് വിചാരിച്ചു. പിന്നെ അരി ആട്ടി വെച്ചിട്ടോ മക്കളെ. ഈ ഒരു കാഴ്ച നിങ്ങൾ കാണേണ്ടി തന്നെയാണ് കേട്ടോ. എന്താ അതിൻ്റെ ഒരു ചൊറുക്ക് ഞാൻ കണ്ടില്ലേ എൻ്റെ മക്കളെ, ഇങ്ങോട്ട് നോക്കാണി അതിൻ്റെ ഒരു ചൊറുക്ക്. ഇങ്ങോട്ട് മാവ് ഇങ്ങോട്ട് നൊരഞ്ഞിങ്ങോട്ട് പൊന്തിയിട്ട് നിങ്ങളോട് പറയുകയാണെങ്കിലുണ്ടല്ലോ, ഞാൻ കുക്കറിലാണ് ആട്ടി വെക്കൽ. പക്ഷേങ്കിൽ ഇന്ന് ഞാൻ പാത്രത്തിൽ, ഇങ്ങനത്തെ ഈ പാത്രത്തിലൊന്ന് ആട്ടി വെച്ച് നോക്കിയതാണ്. കുക്കറിൽ ആട്ടി വെക്കുമ്പോഴും ഇത്ര അങ്ങോട്ട് പൊന്തി കണ്ട് അങ്ങോട്ട് കാണൂലല്ലോ, കുക്കർ നിറച്ചാവൂലല്ലോ. ഈ പാത്രം നിറച്ചുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ വെച്ച് ഭയങ്കര സന്തോഷം കേട്ടോ. കാരണം ഇങ്ങനെ അങ്ങോട്ട് നമ്മളെ ക്രീമൊക്കെ ഉണ്ടല്ലോ, ബീറ്റ് ചെയ്താൽ ഇതേപോലെ കാര്യം നല്ല ഫ്ലഫി ആയിട്ട് കിട്ടും. ഇച്ചത് കണ്ടപ്പോൾ തന്നെ നല്ലൊരു സന്തോഷം. ഞാൻ സന്തോഷം എൻ്റെ മുഖത്ത് നിങ്ങൾ കാണുന്നുണ്ടാവും. കാരണം കണ്ടോ ചെറി, എനിക്കറിയില്ല എന്താ സന്തോഷം എന്നറിയാം. നല്ല ചൊറുക്കത് കാണാൻ കേട്ടോ. രാവിലെ തന്നെ ഞാൻ വന്നുകാണ്ട് നോക്കിയത് തന്നെ അതാണ് കേട്ടോ. പൊന്തിക്കണോ എന്തായിക്കണ മാവ് നൊരഞ്ഞ് പൊന്തി പാത്രം ഒലിച്ചു പോകും കരുതിയിട്ടാണ് അടിക്കൊരു പാത്രം വെച്ചു കൊടുത്തത്. പക്ഷേങ്കിൽ പൊന്തിക്കാണ്ട് ഒലിച്ചതൊന്നുമില്ല കേട്ടോ. അത് ആ പാത്രത്തിൽ മാത്രം നിന്നു. നല്ല അടിപൊളിയായിട്ടില്ല മാവ് റെഡിയാക്കണേ. അപ്പച്ചെന്ന് ഉറപ്പാണ്. അപ്പോൾ നമ്മൾ അപ്പം നല്ല അടിപൊളിക്കാരം. അപ്പാണെങ്കിലും ഇഡ്ഡലി ആണെങ്കിലും ഇന്ന് നല്ല സൂപ്പറായിട്ട് നമുക്ക് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പേനി കേട്ടോ. അങ്ങനെ നമ്മൾ മിന്നൂട്ടി തലേന്ന് തന്നെ പറഞ്ഞു കേട്ടോ മസാല ദോശ ഉണ്ടാക്കാൻ. അപ്പോൾ പിന്നെ ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ ഓക്ക് സ്കൂൾക്ക് കൊണ്ടുപോകും വേണം. ഓളെ ക്ലാസ്സിലെ കുട്ടികളിങ്ങനെ കൊണ്ടുവരലുണ്ടാവല്ലോ മസാല ദോശയൊക്കെ. അപ്പം മെച്ചിച്ച് കൊണ്ടുപോകാനാണ്. അപ്പം എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു വലിയൊരു കേങ്ങ് എടുത്തുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കേങ്ങൊന്ന് നമുക്കൊന്ന് ചെത്തിയെടുക്കാം. അപ്പോൾ ഇതുണ്ടല്ലോ, നമ്മളെ തൂക്കുണ്ടല്ലോ ഗ്യാസിൻ്റെ കത്തിച്ചണതേ, നമ്മളെ ഗ്യാസ് കത്തിച്ചണേ അത് വാങ്ങിയപ്പം കിട്ടിയതാണ് കേട്ടോ ഈ പീലർ. ഇത് നല്ല മൂർച്ചയുണ്ട്. ഇത് നല്ലൊരു ഉപകാരമായിട്ടോ ഈ കേങ്ങൊക്കെ ചെത്താനും പിന്നെ വെള്ളരിക്ക അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ചെത്താനൊക്കെ നല്ല സുഖമാണ് കേട്ടോ അതിനോണ്ട്. അപ്പോൾ അങ്ങനെ ഏതായാലും ഞാൻ ഒരൊറ്റ കേങ്ങ എടുത്തിട്ടുള്ളൂ കേട്ടോ. കുറേ ഒന്നും വേണ്ടല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഇതാക്കണേ. നമ്മൾ കുക്കർക്ക് ലേശം വെള്ളം എടുത്തുക്കണേ. പിന്നെ ഒരു 2-3 പച്ചമുളക് കേട്ടോ, വലിയ പച്ചമുളക് തന്നെ എടുത്തുക്കണത്. എരുമാണല്ലോ, മുളകും പൊടിയൊന്നും പിന്നെ ഇടൂലല്ലോ. അപ്പോൾ ഈ വലിയ കേങ്ങ് ഞാൻ അരിഞ്ഞിട്ട് നമ്മൾ കുക്കർക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം. എന്നിട്ട് നമുക്കൊന്ന് ഉടച്ചെടുത്തിട്ട് നമുക്ക് കടുക് അറുത്തിട്ട്, അല്ലെങ്കിൽ ഞാൻ എന്താ കാട്ടിലെന്ന് പറയാം, കടുക് ഇതൊക്കെ തൂമിച്ച് കാണ്ട് ഞാൻ കേങ്ങും വെള്ളവും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടുകാണ്ട് വേവിച്ചലാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഇനി തിരിഞ്ഞിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എന്താട്ടിന്ന് അറിയാം, ഇന്ന് കുക്കർക്ക് കേങ്ങും പച്ചമുളകും ഒക്കെ കണ്ട് അരിഞ്ഞിട്ട് കണ്ട് നല്ലോണം ഒന്ന് വേവിച്ചിട്ട് ആണ്ട് നമുക്ക് കുത്തി ഉടക്കാം. എന്നിട്ട് നമുക്ക് കടുക് ഇറക്കാമെന്ന് കേട്ടോ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ എന്നിപ്പോൾ ഒരേമാതിരി ആയാൽ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇതാക്കണേ, നമ്മൾ കുക്കറൊന്ന് അടച്ചിട്ട് നമുക്ക് ഗ്യാസ് മേലൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിന് നമുക്ക് നമ്മളെ ചായക്ക് വെച്ച വെള്ളം ഉണ്ടല്ലോ, അതൊന്ന് തിളച്ചുക്കണോ നോക്കാം. അപ്പോൾ അതൊക്കെ തിളച്ച് പിന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ചായപ്പൊടി പഞ്ചാര ഇട്ടെടുത്തിട്ട് ചായ ഒന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ലേശം വെള്ളം ഞാനൊന്ന് മുക്കി വെച്ചേക്കണം കേട്ടോ. ഒരുപാട് ചായ കാച്ചി വെച്ചാൽ ചിലപ്പോൾ എന്താണെന്നറിയാം ബാക്കി കാരം. അപ്പം ആണെങ്കിൽ കാച്ചും ചെജ്ജാന്ന് വിചാരിച്ചിട്ട് കുറച്ച് വെള്ളം മുക്കി വെച്ചു. അപ്പോൾ വെച്ചപ്പോൾ തന്നെ നോക്കിയാൽ മതി, ഇനി തിളക്കോളപ്പം നിന്നില്ല. അപ്പോൾ അങ്ങനെ അതാണ് ചായപ്പൊടി പഞ്ചാരയൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചു. അങ്ങനെ ചായ റെഡി ആയിക്കണേ. നമ്മളെ കേങ്ങും തന്നെ നമ്മളെ കുക്കറിൽ കിടന്ന് അങ്ങനെ വിസിൽ വരുന്നുണ്ട് കേട്ടോ. വെന്തുകണ് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താട്ടിന്നറിയാം, വേറെ ചട്ടി തീ വെച്ചിട്ട് അതിൽ കടുകും കരിയേപ്പൊക്കെ പൊട്ടിച്ചിട്ട് നമുക്ക് നമ്മളെ വെന്ത കേങ്ങുണ്ടല്ലോ അതൊന്ന് നമുക്ക് അതിക്ക് പാരണം. അപ്പം അതിക്ക് ഇതാക്കണം, ഞാൻ കരിയേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കണം. പിന്നെ കടുക് ഇട്ട് കൊടുക്കണമല്ലോ, കടുക് പൊട്ടിയിട്ട് നമുക്ക് കരിയേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം നമ്മളെ കൂട്ടുകാർക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. തുടർന്നും നിങ്ങളെ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതാക്കണ ഒരു വല്ലുള്ളി അരിഞ്ഞത് കേട്ടോ, ചെറിയൊരു വല്ലുള്ളിയാണ്. അപ്പോൾ അങ്ങനെ ഇതാക്കണേ, ഞാൻ അതുകൂടി ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും അതും ആണല്ലോ. അപ്പം ആക്കണം, ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതുണ്ടായിന് അതും പാടിട്ടെടുത്തു. പിന്നെ കുറച്ച് മല്ലിച്ചപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. ചിലവരിലേക്ക് ഉഴുന്ന് പരിപ്പോ ഒക്കെ ഇട്ട് കൊടുക്കും. അപ്പോൾ ഇവിടെ അതൊന്നും ഇട്ടാൽ പറ്റില്ല. കാരണം നമ്മളെ മക്കൾക്ക് അതൊക്കെ അങ്ങനെ കടിച്ചുമ്പം എന്തൊക്കെയോ ഒരു മാതിരിയാണ്. എത്താൻ അതിൽ കടിച്ചിട്ട് ചോദിച്ചു. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് അതൊന്നും ഇട്ടിട്ടില്ല. പിന്നെ നമ്മളെ കുത്തി ഉടച്ച് നമ്മളെ കേങ്ങുണ്ടല്ലോ അതായിക്കിട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്താൽ മല്ലിച്ചപ്പിൻ്റെ ഇതൊക്കെ ആ കേങ്ങ് പൊടിച്ചുമ്പോഴാണ് അതിനൊരു മണം വരുള്ളൂ കേട്ടോ.
അപ്പോഴാണ് നമ്മൾ മസാല ദോശ ഉണ്ടാക്കുകയെന്ന് അറിയുള്ളൂ. അപ്പോൾ അതാക്കണം ഉപ്പൊക്കെ ഉണ്ടോക്കി, ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ സൂപ്പറാണ്, നല്ല മസാലയായി കിട്ടിയിരിക്കണേ, നല്ലോണം ഉടഞ്ഞ് നല്ല വെണ്ണജോല അങ്ങോട്ട് അയക്കണം കേട്ടോ, നല്ല അടിപൊളിയായി കിട്ടിയിരിക്കണ്. പിന്നെ നമുക്ക് അപ്പം ചുട്ടെടുക്കാം. ചട്ടിയൊക്കെ ചൂടാക്കി എന്താട്ടി നല്ലോണം ചൂടായതിൻ്റെ ശേഷം നമുക്ക് നമ്മളെ മാവൊന്ന് കോരി വെച്ച് കൊടുക്കാം. അപ്പം അങ്ങനെ തിരിച്ച് ഏറിയാലും കുഴപ്പമാണ്, ഇല്ലെങ്കിലും കുഴപ്പമാണ് പറഞ്ഞല്ലേ. അപ്പം ഞാൻ മാവൊന്ന് പാരുന്ന് കൊടുത്തിട്ടോ. അപ്പോൾ ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ട് കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് തന്നെ സൂപ്പറായിട്ട് വന്നിരിക്കണം കേട്ടോ. അപ്പം ഇനി നമുക്ക് എന്താട്ടതാ ഇത് ഞാൻ പരത്തി ഒന്ന് അടച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതവിടെ കിടന്ന് അങ്ങനെ വേകട്ടെ. അപ്പോഴത്തേന് നമുക്ക് മസാല തേക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ച് ഒരു ഗ്ലാസ് കട്ടൻ ചായ ഞാൻ കുടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കട്ടൻ ചായക്ക് ഒരു അപ്പം അങ്ങനെ ചൂടോടുക്കൊന്ന് കടിച്ചു കൂട്ടിയാൽ അതൊരു രസമല്ലേ വിചാരിച്ചിട്ട് ഞാൻ എന്താട്ടിന്നേരം അതിൽ ഞാൻ മസാല തേച്ചിട്ടില്ല. ഇനി ചുടണിയിലൊക്കെ മസാല തേക്കാന്നാട്ടോ ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിച്ചുമ്പോൾ ഇതിങ്ങനെ ചുരുട്ടി കൂട്ടി കടിച്ച് തിന്നുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. കാരണം ചൂടില്ല മുരിഞ്ഞ അപ്പം തിന്നാൻ ഒരു പ്രത്യേക രസമാണ് കേട്ടോ. അങ്ങനെ ഇതാക്കണം. അത് അപ്പം മാത്രമല്ല കേട്ടോ, പപ്പട പൊരിച്ചുമ്പോൾ ചൂട് കൊടുക്കുമെന്ന് പപ്പടം എടുത്ത് കണ്ടൊന്ന് തിന്ന് നോക്കണ്ടി, അത് ഒരു വല്ലാത്തൊരു രസമാണ് അതിന്. അപ്പോൾ എന്നും തിന്നാത്ത മാരിയേക്കാരം പപ്പടം ഈ പൊരിച്ചുമ്പോൾ അങ്ങനെ തിന്നണം. അപ്പോൾ അങ്ങനെ ഇതാക്കണേ ഈ അപ്പം തന്നെ നല്ലോണം ഒന്ന് മൊരിച്ചെടുത്തുക്കണം കേട്ടോ. അപ്പോൾ മറ്റേ അപ്പം ഞാൻ തിന്നു കേട്ടോ, ചായയും കൂട്ടി തിന്നിക്കണ്. ബാക്കിയില്ല അപ്പം കൂടി ഇതേമാതിരി നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ കുറച്ച് മസാല ഇതാക്കണേ തേച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മേലെ ലേശം ഓയിലൊക്കെ ആക്കിയെടുക്കുക. അപ്പോൾ ഞാൻ മസാല ദോശയല്ലേ, അപ്പോൾ കുറച്ചും കൂടി ഓയിലൊക്കെ തേച്ചാൽ ഒന്നും കൂടി മുരിയലോ എത്തിക്കൊണ്ട് കുറച്ച് എണ്ണയൊക്കെ തേച്ച് മസാലയൊക്കെ നല്ലോണം ഒന്ന് തേച്ച് സൂപ്പറാക്കിയെടുത്ത് മടക്കിയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള മസാല ദോശ. അപ്പോൾ ഞാൻ വലിയ ചട്ടിയിലാണ് ചുടൽ. ഇപ്പോൾ എന്താണെന്ന് അറിയാം, ഞാനിപ്പോൾ ചുട്ട ചിലപ്പോൾ നന്നാലില്ല കേട്ടോ. അപ്പം ചട്ടിയിൽ നിന്ന് കിട്ടാതെ ആകുമ്പോൾ തന്നെ മനസ്സിന് ഒരു വല്ലാത്തൊരു പൊറുതിയേടും ഒരു പിരാന്തടിച്ചിലൊക്കെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ അതിൽ മെനക്കെടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ ചട്ടി തന്നെ അങ്ങോട്ട് ചുട്ടിട്ടാണ്. ഈ ചട്ടി എന്നാണ് അവനിപ്പോൾ നാശമാണ്. കാരണം ചപ്പാത്തി ചൂടാനും അപ്പം ചൂടാനൊക്കെ ഒരു ചട്ടിയാണ് കേട്ടോ. ചപ്പാത്തി ചുട്ടാൽ തന്നെ ചിലപ്പോൾ ചട്ടി നാശമാവും. മറ്റേ ചട്ടിയിൽ ചിലപ്പം ചപ്പാത്തി ചുട്ടാൽ പൊള്ളക്ക് തന്നെയല്ല കേട്ടോ, ഒരു വെറുങ്ങരിച്ച് കൊണ്ടേക്കാരം. അപ്പോൾ ഇതിലാണ് ചൂടും, ഇത് ചുടുമ്പോൾ നന്നാവും ചെയ്യും. ഇപ്പം എന്നാണ് ഈ ചട്ടി നാശമാകുക. ഇത് മീൻ പൊരിച്ചാൻ വേണ്ടി വാങ്ങിയ ചട്ടിയാണ്. മീൻ പൊരിച്ചതും ഇല്ല, മീൻ പൊരിച്ചതിലായിട്ട് പറ്റിയതും ഇല്ല. അതോടെ നമുക്ക് ചപ്പാത്തിയും അപ്പമൊക്കെ ചൂടാനായി കേട്ടോ. അങ്ങനെ ഇതാക്കണം. രണ്ടപ്പം ഞാൻ ചുട്ടുകൾ നല്ല അടിപൊളിയായിട്ടുള്ള മസാല ദോശ റെഡി ആക്കണം കേട്ടോ. പിന്നെ ഇങ്ങനെ ചട്ടിനി ഉണ്ടാക്കണോ ഉണ്ടാക്കണ്ടേ എന്ന് കരുതി രണ്ട് മനസ്സായി നിന്നപ്പോൾ പിന്നെ തോന്നി ചട്ടിനി ഉണ്ടാക്കട്ടെ. ഇതാകുമ്പോൾ ഒന്നിങ്ങനെ ഒപ്പി തിന്നണമെങ്കിൽ അതൊരു ഇതാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ സാമ്പാർ വേണം. സാമ്പാറിന് കഷ്ണങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിന്ന് സാമ്പാർ ഉണ്ടാക്കാഞ്ഞത്. അല്ലെങ്കിൽ സാമ്പാറായാലും മതി. അങ്ങനെ ചായയുടെയൊക്കെ കഴിഞ്ഞ് മക്കൾക്കൊക്കെ സ്കൂൾക്ക് പോകാനായിക്കണ്. അപ്പോൾ സാനുട്ടന് അച്ചാർ മതിയായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ പാത്രത്തിൽ ലേസം പിന്നെ നാരങ്ങ അച്ചാറാക്കി കൊടുത്ത്. അപ്പോൾ മീനൂട്ടിനോട് ചോദിച്ചു, ഞാൻ ചോറല്ലേ ചോപ്പോൾ പറഞ്ഞു ഏച്ച് മാണ്ടച്ച് മസാല ദോശ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഓക്ക് ഇതാക്കണം 2 മസാല ദോശയാക്കി കൊടുക്കാണ് കേട്ടോ. ചട്ടിനി വേണോ ചോദിച്ചപ്പോൾ ചട്ടിനിയൊക്കെ വേണ്ട, ഇത് മാത്രം മതിയായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികളിങ്ങനെ കൊണ്ടുവന്നുണ്ടുമ്പോൾ നമ്മളെ കുട്ടികൾക്കൊരു പൂതിയല്ലേ ഈ കാരം. അങ്ങനെ ഓൽക്കുള്ള ബാഗൊക്കെ സെറ്റാക്കിയിട്ട് ഓല പറഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ തുടങ്ങാൻ. അപ്പം അങ്ങനെ ഇതാക്കണേ. മക്കളൊക്കെ സ്കൂൾക്ക് പോയിട്ടാ ആക്കണം. ബസ് വന്ന് ഓലൊക്കെ കയറി അങ്ങനെ ഓല പറഞ്ഞേച്ച് അങ്ങനെ ഇനി നമുക്ക് ഇനി എന്താട്ടണം, കുറച്ചും കൂടി പണികളൊക്കെ ഉണ്ട്. ഇനി അടിച്ചുവരണം, തുടക്കണം, പാത്രം മോറണം ആക്കണേ. അപ്പോൾ ഞാൻ എന്താട്ടിന്ന് അറിയാം, ചോറ് വേഗം തീമട്ടിട്ടോ. എന്നാൽ പിന്നെ പാത്രം മോറുമ്പോൾ അതിന് ചോറ് അവിടെ കടന്ന് വെന്തോളുമല്ലോ വിചാരിച്ചു. അങ്ങനെ ചോറൊക്കെ വേകാൻ വേണ്ടി ചോറ് അടുപ്പത്ത് വെച്ച് പിന്നെ ഞാൻ ഉണക്കലുണ്ടായി കേട്ടോ ഞാൻ ഉടനെ. അപ്പോൾ ആ ഉണക്കലിൻ്റെ തലയിട്ട് കണ്ട് ചാറും വെക്കാം. ആ ബാക്കിയല്ല ഉണക്കലാണ് പൊരിച്ചും ജഡ്ജാന്നാട്ടോ നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇതാക്കണേ. ഈ ഉണക്കലൊന്ന് നമ്മൾ മുറിച്ചെടുക്കട്ടെ. അപ്പോൾ അതിൻ്റെ പള്ള ഒക്കെ ചെത്തിയിട്ട് അതിൻ്റെ ഉള്ളത്തെ കാട്ടൊക്കെ ഒന്ന് കളഞ്ഞ് അതിൻ്റെ ബാക്കത്തെ മുള്ളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് വരിഞ്ഞ് കളഞ്ഞിട്ട് നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാം. അങ്ങനെ ഇതാക്കണേ. അപ്പം നാളെ വീഡിയോ ഇട്ടപ്പോണ്ടല്ലോ ഉണക്കൽ കണ്ടിട്ട് തൊള്ളയിൽ വെള്ളം പൊടിയാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഒരു കൂട്ടാനില്ലായിട്ടാണ് മക്കളെ നമ്മൾ ഈ ഉണക്കൽ കൊണ്ടുവച്ചത്. അപ്പം ഒരു 50 ഉറുപ്പ്യാണ് പോലും ഇതിന്. എടുക്കുമ്പോൾ തന്നെ പേടിയാവും. പിന്നെ എടുക്കാന്നിട്ടും കാര്യമില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ ഒന്ന് നുള്ളി കൂട്ടാനില്ല ഞാനും ഒരു പൊറുതിയേടാണ്. നമുക്ക് കുഴപ്പമൊന്നുമില്ല, നമ്മളെ മക്കൾക്കാണ് കുഴപ്പം. അപ്പോൾ പിന്നെ ഞാൻ ആ ഇല്ല മീനുണ്ടല്ലോ അതാണ് പൊരിച്ച് അങ്ങനെ 2 ദിവസം പൊരിച്ചു കേട്ടോ. 50 ഉറുപ്പ്യൻ്റെ മീൻ. അപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ അവളൊരു പിസ്കത്തര തന്നില്ലേ, കുറച്ചൊക്കെ പിസ്കത്തര ഇല്ലാഞ്ഞാലും പറ്റൂല നമ്മളെ ജീവിതത്തിൽ അല്ലേ. അപ്പോൾ അങ്ങനെ ഇതാക്കണേ. ഞാൻ നമ്മളെ മീനൊക്കെ ആദ്യം മുറിച്ചു. പിന്നെ തല ഉണ്ടല്ലോ അതിട്ട് കണ്ട ചാറക്കണം കേട്ടോ.
അപ്പോൾ മീൻ ചാറക്കാനും പൊരിച്ചാനും പാടൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ തല ഇട്ടിട്ട് ചാറും വെക്കാം. തലയൊന്നും മീനൊന്നും ചാറ്റിലിട്ട മീനൊന്നും ഇപ്പോൾ ആരും തിന്നൂല. പിന്നെ ഒരു ചുവയ്ക്കും വേണ്ടില്ല. അപ്പോൾ അതിൻ്റെ തല തന്നെ മതി എന്ന് വിചാരിച്ച് അങ്ങനെ കുക്കറിൽ കുറച്ച് വെള്ളം വെച്ചു. അപ്പം ഇന്ന് കുക്കർ ഉണക്കമീൻ കറിയാണ് കേട്ടോ. അപ്പോൾ ഇത് എളുപ്പപ്പണിയാണ്. എന്നാൽ വേഗം ഉണ്ടല്ലോ. പിന്നെ തക്കാളിയും പുളിയൊന്നും പിന്നെ ഞാൻ പീഞ്ഞ് വരാനൊന്നും നിന്നിട്ടില്ല. അയക്കാണ്ട് ഇട്ട് കൊടുത്തിക്കാണ് കേട്ടോ. കാരണം അതിൽ കിടന്ന് കണ്ട് അങ്ങനെ തൈക്കോളും വിചാരിച്ചിട്ട് പിന്നെ ഒരു വല്ലുള്ളി ഇട്ട് കൊടുത്തിട്ടോ. വല്ലുള്ളി ഇട്ട് കൊടുത്തൊരു പോയത്തെ പണി ആയോ എന്നൊരു സംശയമായിട്ടോ. കാരണം വല്ലുള്ളി ഇടേണ്ടില്ലേ എന്നാണ് പിന്നെ വെച്ച് തോന്നിയത്. എന്നും വെക്കണ ചാറിൻ്റെ ഒരു ബൗസ് കിട്ടിയില്ല കേട്ടോ. ഈ ഉണക്കൽ മീൻ്റെ ചാറ് കാരണം ഈ വല്ലുള്ളി ഇട്ടിട്ടാന്ന് വെച്ച് തോന്നുന്നത്. അപ്പോൾ വല്ലുള്ളി ഞാൻ ഇടലില്ല ഇനി. അപ്പോൾ ഒന്ന് ഇട്ട് നോക്കട്ടെ എന്ന് വിചാരിച്ച് കണ്ട് ഇട്ട് നോക്കിയതാണ്. അപ്പോൾ ഒരു ബൗസ് തോന്നിയില്ല. ഉണക്കൽ മീനാണെങ്കിൽ ചാറ് വെച്ചാലോ നല്ല രസമാണ്. എത്ര ചോറുന്നാലും മതിയാകില്ല. അങ്ങനെയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ ഉണക്കൽ മീൻ്റെ ചാറ് വെച്ചാൽ? പള്ളറിയാത്ത ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ പള്ള നമ്മളതല്ലേ നോക്കേണ്ടത്. പറ്റകട പുട്ടാക്കി തിന്നാനും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനും കൂടി ഒന്നും വയ്ക്കില്ല. ഭയങ്കര ഒരു ഇതാണ്. അപ്പോൾ അതിനനുസരിച്ചൊക്കെ അല്ല ചോറനെയാണ് ഇട്ട് തിന്നുക. പിന്നെ ഒരു പൊലിമക്കും വേണ്ടി പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. പള്ളെണ്ണ അറിയില്ല എന്നില്ലതൊക്കെ. അപ്പോൾ ചിലത് അങ്ങനെ ഉണ്ടല്ലോ, നമുക്ക് ഇഷ്ടപ്പെട്ട ചാറൊക്കെ ആകുമ്പോൾ എത്ര ചോറുന്നാലും മതിയാകാത്ത മാതിരി ഉണ്ടാവും. അപ്പം അങ്ങനെ ഇതാക്കണേ ഞാൻ മുളകും പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പും പെരിഞ്ചീരകം ഒക്കെ ഇട്ടിട്ട് നമുക്ക് കുക്കറിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. നമ്മൾ ചട്ടിയിലാകുമ്പോൾ കുറേ നേരം ഇങ്ങനെ തിളക്കണമല്ലോ. ഇതാകുമ്പോൾ 2 വിസിലാണ്ട് അടിച്ചാണ്ടല്ലോ നമ്മൾ തക്കാളിയും ഉള്ളിയൊക്കെ വെന്തോളും. അപ്പോൾ ഗ്യാസും ലാഭിച്ചാൽ ചാറും റെഡി പെട്ടെന്ന്. അങ്ങനെ ഇതാക്കണേ ഞാൻ എന്താട്ടിന്നാൽ ആ ഉള്ളിയും തക്കാളിയൊന്നും ഉടക്കാതെയാണ് കേട്ടോ ഞാൻ ആ മീൻതലയാണ് ഇട്ട് കൊടുത്തത്. പിന്നെ എണച്ച് തോന്നിയത് ഉടച്ചിട്ടില്ലല്ലോ. പിന്നെ കയ്യിൽ വെച്ച് കണ്ട് നല്ലോണം ഒന്ന് ഉടച്ചു കൊടുത്തു. പിന്നെ ഇതാക്കണേ 2 ജീരുള്ളിൻ്റെ പൊണിയും കുറച്ച് തേങ്ങയും അരച്ചിക്കണം കേട്ടോ. തേങ്ങ അരക്കാൻ ഞാൻ പറ്റൂല കേട്ടോ. ഉണക്കൽ മീൻ്റെ ചാറിൽ തേങ്ങ അരച്ച് പാർന്നെങ്കിലേ ആ ഒരു ചാറ്റിൻ്റെ ഒരു ബൗസ് ഉണ്ടാവുള്ളൂ, ഒരു ഗുമ്മുണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാക്കണേ കുറച്ച് തേങ്ങ അരച്ച് പാർന്ന് വെള്ളവും ചുവറ്റി പാർന്ന് ജാറ് ചുവറ്റി പാർന്ന് ഇതാക്കണം. നല്ലോണം ഒന്ന് ഇളക്കി കണ്ട് നമുക്ക് തിളപ്പിച്ചെടുക്കണം. തേങ്ങ ഒന്ന് തിളക്കണമല്ലോ. അങ്ങനെ ഇതാക്കണേ ചട്ടിയൊക്കെ ചൂടാക്കിയിട്ട് ജീരുള്ളി അരിഞ്ഞതും കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് മൂപ്പിച്ചെടുത്തതിൻ്റെ ശേഷം പൊടിയോളം മുളകും പൊടി ഇട്ട് കൊടുത്തിട്ട് അത് കരിയണീൻ്റെ മുന്നേ തന്നെ നമുക്ക് നമ്മളെ ചാറയക്കണം പാർന്നെടുക്കാം. അപ്പോൾ ഇതാക്കണേ നല്ല അടിപൊളിയായിട്ടില്ല നമ്മൾ ഉണക്കമീൻ്റെ ചാറും റെഡി ആക്കണം കേട്ടോ. അപ്പം അങ്ങനെ ഉണക്കൽ പൊരിച്ചതും മീൻ ചാറുമാണ്. മീൻ ചാറല്ല, മീൻതല ചാറ്. അങ്ങനെ ഒരു 4 പപ്പടം കൂടി ഉണ്ട് അവിടെ പൊരിച്ചാൻ. ഇങ്ങനെ പൊരിച്ചിട്ടില്ലേ ചോദിച്ച് കിടക്കണുണ്ട്. അപ്പം എന്നാൽ പിന്നെ ആ 4 പപ്പടം കൂടിയാണ് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ച്. അത് ഇങ്ങനെ മൂലക്കെട്ട് കാണും. ചിലപ്പോൾ എറുമ്പെന്ന് കഴിഞ്ഞാൽ മനസ്സിക്ക് പിന്നെ വല്ലാത്തൊരു പൊറുതിയിടേക്കാനാണ്. റബ്ബേ അതൊന്ന് പൊരിച്ചെടുത്താൽ മതി. ഇനി എറുമ്പ് മുഴുവനും തിന്നല്ലോ എന്നൊക്കെ വിചാരിച്ചു. അത് എവിടെ കൊണ്ടുപോയി പാത്തച്ചാലും ചിലപ്പോൾ എറുമ്പൊക്കെ അങ്ങനെ ഒരു കളിയുണ്ട് കേട്ടോ. അങ്ങനെ ഇതാക്കണ ആ 3-4 പപ്പടം പൊരിച്ച് വെച്ച് 4 പപ്പടം കണക്കാക്കി പൊരിച്ച മാതിരിയാണ് കേട്ടോ. പിന്നെ ആ പപ്പടം പൊരിച്ച എണ്ണയിൽ ഞാൻ മീനും കൂടിയാണ് പൊരിച്ചെടുക്കാൻ കേട്ടോ. അപ്പം നാളെ ഞാൻ പറഞ്ഞല്ലേ മീൻ പൊരിച്ചിട്ട് കണ്ടിട്ട് തൊള്ളിയിൽ വെള്ളം പൊട്ടിയെന്നൊക്കെ പറഞ്ഞത്. എല്ലാവർക്കും അങ്ങനെ തന്നെ ഉണക്കൽ മീനൊക്കെ തിന്നുമ്പോൾ ഒരു തൊള്ളിയിൽ വെള്ളം പൊട്ടലൊക്കെ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട് നാളെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുത്. കമൻറ്റ് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി. ലൈക്കും തന്നെ ഇഷ്ടമുണ്ടെങ്കിലൊക്കെ ചെയ്താൽ മതി. ആരെയും നിർബന്ധിച്ചണമെന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട് നാളെ വരുന്നുണ്ട്. എല്ലാവരോടും അസ്സലാമു അലൈക്കും.